welcome back to our English class. Today we are going to discuss the second part of the reported speech. We have already discussed the first part of the reported speech in the last class, and in which we learned all the basic rules related to the reported speech. Now we know how to convert a simple sentence or an assertive sentence into indirect speech, right? And here we are going to learn how to convert questions into indirect, how to convert commands and requests into indirect, and how to convert exclamatory sentences into indirect. First of all, we are going to discuss how to convert questions. Questions, otherwise interrogative sentences. Okay, രണ്ട് റൂൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്, ഇൻ റിപ്പോർട്ടിംഗ് ക്വസ്റ്റ്യൻസ് the indirect speech, in reporting questions in the indirect speech is introduced by some such verbs asked or inquired. Asked അല്ലെങ്കിൽ inquired എന്ന് പറയുന്ന verbs ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ടത്. ഇത് റിപ്പോർട്ടിംഗ് verbs ആണ്, asked or inquired. Okay, then when the question is introduced by an interrogative word, the reporting verb is followed by whether or if. When the question is not introduced by an interrogative word means question word. ഒരു ക്വസ്റ്റ്യൻ വേർഡോട് കൂടിയല്ല ഒരു ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ റിപ്പോർട്ടിംഗ് വെർബായിട്ടുള്ള ആസ്റ്റും ഇൻക്വയർഡും അതിനെ ഫോളോ ചെയ്തുകൊണ്ട് എന്ത് വരും? വെദർ ഓർ ഇഫ് വരും എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആസ്റ്റ് ഓർ ഇൻക്വയർഡ് കഴിഞ്ഞതിന് ശേഷം ക്വസ്റ്റ്യൻ വേർഡ്സ് ഒന്നും ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ വി ഷുഡ് യൂസ് വെദർ ഓർ ഇഫ്. ഓക്കെ, so in the case of the questions where there is question word, after using the verbs like asked or inquired, definitely we will use the question words. But here, when there is no interrogative words or question words, after the verbs asked or inquired, we will use whether or if. That is the rule. ഈ കാര്യങ്ങൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് 2-3 ഉദാഹരണങ്ങൾ നോക്കുമ്പോൾ ക്ലിയർ ആയി മനസ്സിലാവും. So let's go to the examples. First example, he said to me, what are you doing? He said to me, what are you doing? Said എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഇങ്ങോട്ട് നേരത്തെ പറഞ്ഞ ഫസ്റ്റ് റൂൾ അനുസരിച്ച് when we converted the same sentence into indirect, said became asked. എന്താണ് ഉപയോഗിക്കാൻ പറ്റുക? asked or inquired ആണ്. So said became asked. Okay, so he asked me. Then what we have done? Then we remove this inverted comma and put the question word in the same way here. What? That what we have to do. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വാട്ട് ആർ യു ഡൂയിങ് എന്നാണ് ഇവിടെ പറയുന്നത് അല്ലേ. വാട്ട് ആർ യു ഡൂയിങ്, നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്നോടാണ് ചോദിച്ചത് അല്ലേ. മീ, ആസ്റ്റ് മീ. അപ്പോൾ വാട്ട് എന്ന് കഴിഞ്ഞതിന് ശേഷം ഞാനത് മറ്റൊരാളോട് പറയാം. അപ്പോൾ ഞാൻ പറയാം വാട്ട് ഐ വാസ് ഡൂയിങ്, ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു എന്ന്. അപ്പോൾ വാട്ട് ആർ യു ഡൂയിങ് എന്നുള്ളതിലെ ഈ ആർ യു എന്നുള്ളതുകൊണ്ട് എന്നെയാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ഞാനിവിടെ ഐ ഉപയോഗിച്ചു. ഐ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു? യുവിന് പകരം ഐ ആയി മാറി. ഐ ആയി മാറിക്കഴിഞ്ഞാൽ നമുക്കറിയാം പിന്നെ ആമാണ് അതിൻ്റെ കൂടെ നിൽക്കുക അല്ലേ. പക്ഷേ ഇവിടെ കഴിഞ്ഞു പോയൊരു കാര്യമാണ് ഞാൻ മറ്റൊരാളോട് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? ആർ എന്നുള്ള സംഗതി വാസ് ആയി മാറണം. ഓക്കെ, ദെൻ ഇതിൻ്റെ ഫോർമാറ്റ് കൂടെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഇതിൻ്റെ സ്ട്രക്ചർ കൂടെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഹീ സെഡ് ടു മീ വാട്ട് ആർ യു ഡൂയിങ് എന്നുള്ളത് ഹീ ആസ്ഡ് മീ വാട്ട് വാസ് ഐ ഡൂയിങ് എന്നല്ല നമ്മളിവിടെ എഴുതിയത്. ഈ ഓർഡറിലാണെങ്കിൽ വാസ് ഐ എന്നാണ് വരിക അല്ലേ. അതായത് ആദ്യം കൊടുത്തിട്ടുള്ളത് ഓക്സിലറിയാണ്, ആറാണ്. ആറ് ഇവിടേക്ക് വരുന്ന സമയത്ത് അത് വാസ് ആവും. യു ഇവിടേക്ക് വരുന്ന സമയത്ത് അത് എന്നോട് ചോദിച്ചതായതുകൊണ്ട് ഐ ആവും. അപ്പോൾ വാട്ട് വാസ് ഐ ഡൂയിങ് എന്നായിരിക്കും അതിൻ്റെ സ്ട്രക്ചർ വരിക. പക്ഷെ ആ സ്ട്രക്ചറിൽ നിൽക്കുമ്പോൾ എന്താണ് പ്രശ്നം? എന്നോട് ചോദിച്ച ചോദ്യത്തിൻ്റെ സ്ട്രക്ചറാണത്. ചോദ്യത്തിൻ്റെ സ്ട്രക്ചറിൽ എപ്പോഴും ഓക്സിലറി ആയിരിക്കും ക്വസ്റ്റ്യൻ വേർഡിന് ശേഷം വരുന്നത്. ക്വസ്റ്റ്യൻ വേർഡ്സ് ഇല്ലാത്ത കേസിൽ ഓക്സിലറി തന്നെയായിരിക്കും ആദ്യം വരുന്നത്. ഇപ്പോൾ ആർ യു ഹാപ്പി, ഓക്സിലറിയാണ് ആദ്യം അല്ലേ. ഡു യു നോ മൈ നെയിം, ഓക്സിലറിയാണ് ആദ്യം അല്ലേ. അപ്പോൾ
ആ ഓക്സിലറി എന്ന് പറയുന്ന സംഗതിയെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഐക്ക് തൊട്ടപ്പുറത്തേക്ക് മാറ്റുമ്പോഴാണ് അത് ക്വസ്റ്റ്യൻ വേർഡിൽ നിന്നും നോർമൽ സെൻറ്റൻസിൻ്റെ മോഡലിലേക്ക് മാറുന്നത്. അതുകൊണ്ടാണ് ഹീ സെഡ് ടു മീ വാട്ട് ആർ യു ഡൂയിങ് എന്നുള്ളത് ഇപ്പുറത്ത് വരുന്ന സമയത്ത് ഹീ ആസ്ക്ഡ് മീ വാട്ട് ഐ വാസ് ഡൂയിങ് എന്നാക്കി മാറ്റുന്നത്. നോർമൽ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറിലേക്ക് അതിനെ മാറ്റുകയാണ്. ഓക്കെ, ഒന്ന് രണ്ട് ഉദാഹരണങ്ങളോടെ കാണുമ്പോൾ സംഗതി വളരെ ക്ലിയർ ആവും. നെക്സ്റ്റ് എക്സാമ്പിൾ, വേർ ഡു യു ലീവ്, നീ എവിടെയാണ് താമസിക്കുന്നത് അല്ലേ. ആസ് ദ സ്ട്രേഞ്ചർ. ദ സ്ട്രേഞ്ചർ എൻക്വയർഡ്. നേരത്തെ നമ്മൾ കണ്ടത് ആസ്റ്റ് അല്ലെങ്കിൽ എൻക്വയർഡ് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു അല്ലേ. ഇവിടെ ആസ് ദ സ്ട്രേഞ്ചർ, ഇവിടെ താഴോട്ട് മാറ്റുന്ന സമയത്ത് ഇവിടെ ആസ്റ്റ് എന്ന് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ എൻക്വയർഡ് ഉപയോഗിക്കും എന്നുള്ളത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് എൻക്വയർഡ് ഉപയോഗിച്ചത്. യു ക്യാൻ യൂസ് ആസ്റ്റ് ഓർ എൻക്വയർഡ്. നേരത്തെ നിങ്ങൾ കണ്ടിട്ടുള്ളത് ഇൻക്വയർഡ് എന്നായിരിക്കും ഒരു പക്ഷേ. ഇൻക്വയർഡും എൻക്വയർഡും ഒരേ മീനിങ് ആണ്. ഓക്കെ, സോ ഹിയർ ഇറ്റ്സ് യൂസ്ഡ് ദ സ്ട്രേഞ്ചർ എൻക്വയർഡ്. വെയർ ഇതുപോലെ അത് ഇവിടേക്ക് മാറ്റി. പിന്നെന്താ ചെയ്തിട്ടുള്ളത്, ഡു യു ലീവ് എന്നാണ്. പൊതുവേ ഓക്സിലറി നമ്മൾ കാണുന്നത് ഈ രൂപത്തിൽ കാണുന്നത്, ഡു പോലെയുള്ള ഓക്സിലറീസ് ഒക്കെ കാണുന്നത് ഒരു ക്വസ്റ്റ്യൻ വേർഡിലായിരിക്കും അധിക പക്ഷവും, അല്ലാത്ത സന്ദർഭങ്ങളിലും ഉണ്ടാവാറുണ്ട്. പക്ഷേ പൊതുവേ ഡു എന്ന് പറയുന്ന സംഗതി നമ്മൾ ഓക്സിലറി വേർബ്സ്, ഇത്തരത്തിലുള്ള ഓക്സിലറി വേർബ് നമ്മൾ കാണുന്നത് ഒരു ക്വസ്റ്റ്യൻ വേർഡിലായിരിക്കും, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യനിലായിരിക്കും. ഓക്കെ, ആൻഡ് ഇവിടെ ആ ക്വസ്റ്റ്യൻ്റെ ഫോം മാറ്റണം എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഡൂനെ നമ്മൾ ഉപയോഗിക്കുന്നില്ല. പകരം ഇതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, പാസ് ഫോമിലാക്കി എഴുതുന്നു. അതുകൊണ്ട് എൻക്വയർഡ് വേർ ഐ ലീവ്ഡ്, ഞാൻ എവിടെയാണ് താമസിക്കുന്നത് എന്ന് ചോദിച്ചു. എന്നോട് ചോദിച്ച കാര്യം ഞാൻ മറ്റൊരാളോട് പറയുന്നതുകൊണ്ട് ഇവിടെ വെർബിൻ്റെ സെക്കൻഡ് ഫോം, അതായത് ലിവിൻ്റെ സെക്കൻഡ് ഫോം ലിവ്ഡ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്തൊരു ഉദാഹരണം കൂടെ ചെയ്യാം. അതോടുകൂടെ ക്വസ്റ്റ്യൻ കുറച്ചും കൂടെ നമുക്ക് മനസ്സിലാവും. ദ പോലീസ്മാൻ സെഡ് ടു അസ്, പോലീസ്മാൻ ഞങ്ങളോട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്, വേർ ആർ യു ഗോയിങ്, എവിടെയാണ് നിങ്ങൾ പോകുന്നത് എന്നാണ് ചോദിച്ചത്. അപ്പം ദ പോലീസ്മാൻ എൻക്വയർഡ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചു, അല്ലെങ്കിൽ ആസ്ഡ് ഉപയോഗിക്കാം. ഇൻവെർട്ടഡ് കോമ റിമൂവ് ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്തു, വേർ അതുപോലെ ഉപയോഗിച്ചു. ആർ യു ഗോയിങ്, സെഡ് ടു അസ്, ഞങ്ങളോടാണ് പറഞ്ഞത്. അപ്പോൾ വേർ കഴിഞ്ഞതിന് ശേഷം വേർ വി, ഈ യു എന്തായി മാറി, വി ആയി മാറി. കാരണം ഇവിടെ നമ്മൾ അസ് ഒരു കൂട്ടം ആളുകളോടാണ് പറഞ്ഞത്. ആർ എന്നുള്ളതിൻ്റെ പാസ് ഫോം വേർ വരും. ഓക്കെ, അപ്പോൾ വേർ വി വേർ ഗോയിങ്. വേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആയിരുന്നു എന്നുള്ള അർത്ഥമാണ്. ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകുന്നു എന്നുള്ള അർത്ഥമാണ് അല്ലേ, അറിയാലോ. ഈ വേറിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, WHERE. വേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ എന്നാണ്. എവിടെയാണ് നിങ്ങൾ പോകുന്നത് എന്നാണ് പോലീസുകാരൻ ചോദിച്ചത്. അപ്പോൾ ദ പോലീസ്മാൻ സെഡ് ടു അസ് എന്നുള്ളത് എൻക്വയർഡ്, വേർ അതുപോലെ ഉപയോഗിച്ചു, വി വേർ ഗോയിങ് എന്നാക്കി മാറ്റി അല്ലേ. യു വി ആയി, കാരണം ഇവിടെ അസ്സാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആർ എന്തായി മാറി, വേറായി മാറി. ഓക്കെ, ഈ ഓർഡറിൽ വേണം ഉപയോഗിക്കാനെങ്കിലേ അത് എന്ത് ചെയ്യുള്ളൂ, നോർമൽ സെൻറ്റൻസിൻ്റെ രൂപത്തിലേക്ക് മാറുകയുള്ളൂ. സോ ഹോപ്പ് ഇറ്റ്സ് വെരി ക്ലിയർ നൗ. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫോർത്ത് വൺ. ഇവിടെ നമുക്ക് മാറ്റം വരുത്താൻ തന്നിട്ടുള്ളത് ഹീ സെഡ് വിൽ യു ലിസൺ ടു സച്ച് എ മാൻ എന്നാണ്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വേർഡ് ഇല്ല, വിൽ എന്ന് പറയുന്ന ഓക്സിലറിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഹീ ആസ്ഡ് ദെം, അവരോട് ചോദിച്ചു എന്നാണ് പറയുന്നത്. ഇവിടെ ആരോടാ ചോദിച്ചതെന്ന് ക്ലിയർ അല്ല. സോ നിങ്ങൾക്കിത് എഴുതുന്ന സമയത്ത്, റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഹീ ആസ്ഡ് ഹിം എന്ന് ഉപയോഗിക്കാം. വേണമെങ്കിൽ അവനോട് ചോദിച്ചു എന്ന് പറയാം. ഹീ ആസ്ഡ് ഹർ, അവളോട് ചോദിച്ചു എന്ന് പറയാം. ഇവിടെ അവരോട് ചോദിച്ചു എന്ന് പറയുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, ദാറ്റ്സ് യുവർ ചോയ്സ്. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. കാരണം ഇതിനകത്ത് ആരോട്, പ്രത്യേകിച്ച് അവരോടാണ് എന്നൊന്നും വ്യക്തമല്ല. ഉദാഹരണത്തിൽ ഇവിടെ നമുക്ക് ഹീ ആസ്ഡ് ദെം എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ആസ് ദർ ഈസ് നോ ക്വസ്റ്റ്യൻ വേർഡ് ഇൻ ദ ക്വസ്റ്റ്യൻ, ഹിയർ വി യൂസ്ഡ് വെദർ. വി ഹാവ് ഓൾറെഡി ലേൺഡ് വെൻ എ ക്വസ്റ്റ്യൻ ഈസ് സ്റ്റാർട്ടിംഗ് വിതൗട്ട് എ ക്വസ്റ്റ്യൻ വേർഡ്, while reporting such kinds of the sentences into indirect, or while reporting such kinds of the sentences, we should use whether or if അല്ലേ. അത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ വെതറോ ഇഫോ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. ഇവിടെ ഇഫിന് പകരം വെതർ ഉപയോഗിച്ചു. ഇഫ് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. ഓക്കെ,
വെദർ അല്ലേ, വെദർ. പിന്നെന്താ ചെയ്യുന്നത്, യു എന്നുള്ളതിനെയാണ് നമ്മൾ മാറ്റുന്നത്. യു എന്നുള്ളതിനെ എന്താക്കി മാറ്റി, ദേ. കാരണം ദെം എന്നിവിടെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ദേ എന്നാക്കി. ഹിം എന്നാണ് ഉപയോഗിച്ചതെങ്കിൽ ഇവിടെ എന്ത് ചെയ്യും, ഹി എന്ന് ഉപയോഗിക്കും. ഹെറാണ് ഉപയോഗിച്ചെങ്കിൽ ഇവിടെ ഷീ ഉപയോഗിക്കും. ഓക്കെ, സോ അത് നിങ്ങൾക്കറിയാം. വെദർ, ദേ. ഇനി ഈ വില്ലാണ് ഇപ്പുറത്ത് വരേണ്ടത്. വില്ല് എന്തായി മാറും, വുഡായി മാറും. വെദർ ദേ വുഡ് ലിസൺ ടു സച്ച് എ മാൻ എന്നുള്ള തരത്തിലേക്ക് അത് മാറി. സോ നൗ യു ലേൺ ഹൗ ടു കൺവേർട്ട് ക്വസ്റ്റ്യൻസ് വിതൗട്ട് ക്വസ്റ്റ്യൻ വേർഡ്സ് ഇൻ ടു ഇൻഡയറക്റ്റ്. സോ the last and final example of questions. Do you suppose you know better than your own father? Jeered his angry mother. എന്താണ്, നിനക്ക് നിൻ്റെ അച്ഛനേക്കാൾ കാര്യങ്ങൾ അറിയുമെന്നാണോ നിൻ്റെ വിചാരം? അമ്മ അവനെ jeered, പരിഹസിച്ചിട്ട് സംസാരിക്കുകയാണ്. ആംഗ്രി മദർ, ദേഷ്യപ്പെട്ടുകൊണ്ട് അമ്മ, ദേഷ്യമുള്ള അല്ലെ, ആംഗ്രി മദർ അഡ്ജക്റ്റീവാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് അത് മാറ്റുന്നത് ഹിസ് ആംഗ്രി മദർ ജിയേർഡ് ആൻഡ് ആസ്ഡ്. അത്തരം സന്ദർഭങ്ങളിൽ എങ്ങനെ എഴുതുക എന്നുള്ളതാണ്. ഹിസ് ആംഗ്രി മദർ ജിയേർഡ് ആൻഡ് ആസ്ഡ് അല്ലേ. എന്നിട്ട് എന്താണ് ഉപയോഗിക്കേണ്ടത്, ഡു എന്നാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ദർ ഇസ് നോ ക്വസ്റ്റ്യൻ വേർഡ്, സോ വി യൂസ്ഡ് ആസ്ഡ്, വി യൂസ്ഡ് വെദർ. ഓക്കെ, വെദർ ഹി ആണ് നമ്മുടെ വളരെ ക്ലിയർ ആണ്. ജിയേർഡ് ഹിസ് ആംഗ്രി മദർ ആണ്, അതുകൊണ്ട് വെദർ ഹി സപ്പോസ് എന്തായി മാറി, സപ്പോസ്ഡ് ആയി മാറി. ഓക്കെ, സപ്പോസ്ഡ് ദാറ്റ് എന്നെഴുതിയതിന് ശേഷം പിന്നെന്ത് ചെയ്യുന്നു, യു നോ എന്നുള്ളത് എന്തായി മാറി, ഹീ ന്യൂ എന്നായി മാറി. ഓക്കെ, ബെറ്റർ ദാൻ യുവർ ഓൺ എന്നുള്ളത് എന്തായി മാറി, ഹിസ് ഓൺ എന്നായി മാറി. എന്നിട്ട് ഈ ക്വസ്റ്റ്യൻ മാർക്ക് നമ്മൾ റിമൂവ് ചെയ്തു, അതുപോലെ തന്നെ ഇൻവെർട്ടഡ് കോമ റിമൂവ് ചെയ്തു. ഓക്കെ, അപ്പോൾ ക്ലിയറായി. ഹിസ് ആംഗ്രി മദർ jeered and asked whether he supposed that he knew better than his own father. സോ ഇതോടുകൂടെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഇൻഡയറക്റ്റിലേക്ക് മാറ്റുക എന്നുള്ള കംപ്ലീറ്റ് റൂൾസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 5 ഉദാഹരണങ്ങളും നോക്കിക്കഴിഞ്ഞു. സോ ഇറ്റ്സ് ദെയർ ഇൻ യുവർ ബ്രെയിൻ, ഇറ്റ്സ് രജിസ്റ്റേർഡ് ഇൻ യുവർ ബ്രെയിൻ. അത് നിങ്ങളുടെ ബ്രെയിനിലുണ്ട്, അത് കൃത്യമായി നിങ്ങൾ ഓർത്തിരിക്കുന്നുണ്ട്. ഇനി ഇതിന് ഒരുപാട് പ്രാക്ടീസസ് കൊടുക്കുന്നതിലൂടെ നിങ്ങൾക്കത് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. ഇത് ക്ലാസ് കേട്ടാൽ മാത്രം പോരാ, ഒരുപാട് പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ ഈ ക്വസ്റ്റ്യൻസ്, ഈ മെത്തേഡ്സ് എല്ലാം, അടുത്തത് കമാൻഡ്സ് ആൻഡ് റിക്വസ്റ്റ് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നതെന്നാണ്, അതിനുശേഷം എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നതെന്നാണ്. അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെക്സ്റ്റിലെ ചില ഉദാഹരണങ്ങൾ കൂടെ നോക്കിക്കഴിഞ്ഞ് ക്ലാസ് അവസാനിപ്പിക്കും. അതോടുകൂടെ നിങ്ങളിതിൽ പെർഫെക്റ്റായി മാറും. പിന്നീട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, മോഡൽ ക്വസ്റ്റ്യൻസും നിങ്ങളുടെ ടെസ്റ്റിലുള്ള ക്വസ്റ്റ്യൻസും ഒന്ന് ചെയ്യുക. അഥവാ നിങ്ങൾക്ക് കൂടുതൽ എക്സാമ്പിൾസ് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ഒരുപാട് എക്സാമ്പിൾസ് നിങ്ങൾക്ക് തരാം. ഓക്കെ, സോ നെക്സ്റ്റ്, കമാൻഡ്സ് ആൻഡ് റിക്വസ്റ്റ്സ്. ഇൻ റിപ്പോർട്ടിംഗ് കമാൻഡ്സ് ആൻഡ് റിക്വസ്റ്റ്സ്, the indirect speech is introduced by some words expressing command or request, and the imperative mode is changed into the infinitive. Commands or requests റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇൻഡയറക്റ്റ് സ്പീച്ച് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ സം വേർബ്സ് എക്സ്പ്രസിങ് കമാൻഡ് ഓർ റിക്വസ്റ്റ്. കമാൻഡോ റിക്വസ്റ്റോ, അതായത് ആജ്ഞയോ അപേക്ഷയോ സൂചിപ്പിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള വെർബ്സ് വേണം ഇതിനുപയോഗിക്കാൻ എന്നാണ് പറയുന്നത്. സം വേർബ്സ് എക്സ്പ്രസിങ് കമാൻഡ്സ് ഓർ റിക്വസ്റ്റ്. ഓക്കെ, ആൻഡ് ദ ഇമ്പരേറ്റീവ് മോഡ് മീൻസ് ആജ്ഞാസ്വരം അല്ലെങ്കിൽ ആ അപേക്ഷാസ്വരം അത് മാറിയിട്ട് സാധാ സെൻറ്റൻസിലേക്ക് മാറുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇൻഫിനിറ്റീവ് മോഡിലേക്ക് മാറുന്നു. Then let's check some of the examples. Rashid said to Arjun, go away. So it's an order. Rashid said to Arjun. Rashid അർജുനോട് പറയാണ് go away, പോകാൻ പറയാണ്. അതെങ്ങനെയാണ് ഇവിടെ മാറിയിട്ടുള്ളത്? റാഷിദ് ഓർഡേർഡ് അർജുൻ. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള വെർബ് ഓർഡേർഡ് എന്നാണ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള റൂൾ. എന്ത് ചെയ്യണം, അവിടെ ഇത്തരത്തിലുള്ള വേർഡ്സ് ആയിരിക്കണം യൂസ് ചെയ്യുന്നത്. അതായത് റിക്വസ്റ്റ് അല്ലെങ്കിൽ ഓർഡർ സൂചിപ്പിക്കുന്ന, കമാൻഡ് സൂചിപ്പിക്കുന്ന വേർഡ്സ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. സോ അത്തരത്തിലുള്ളൊരു വേർഡാണ് ഓർഡേർഡ്. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. ഓക്കെ, റാഷിദ് ഓർഡേർഡ് അർജുൻ ടു ഗോ എവേ. ഇറ്റ്സ് വെരി സിമ്പിൾ. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള റൂളാണ്. ഓക്കെ, ഓർഡേർഡ് എന്ന് പറയുന്ന ഈ സംഗതി മാത്രമേ മാറ്റം വന്നിട്ടുള്ളൂ. സോ നെക്സ്റ്റ് എക്സാമ്പിൾ,
കോൾ ദ ഫസ്റ്റ് വിറ്റ്നസ് സെഡ് ദ ജഡ്ജ്. ജഡ്ജ് എന്ത് പറയുകയാണ്? ആദ്യത്തെ സാക്ഷിയെ വിളിക്കൂ എന്ന് പറയുകയാണ്. തീർച്ചയായും ജഡ്ജ് ഒരു ഓർഡറാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ദ ജഡ്ജ് കമാൻഡഡ്, നേരത്തെ നമ്മൾ ഓർഡേഡ് എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള വേർഡാണ് കമാൻഡഡ്. ഓക്കെ, ഓർഡർ ചെയ്യുന്ന അല്ലെങ്കിൽ കമാൻഡ് ചെയ്യുന്ന ചില വേർഡ്സ് നിങ്ങൾ പഠിച്ചു. ഓർഡേഡ്, കമാൻഡഡ് എന്നൊക്കെയാണ് വേർഡ്സ്. ജഡ്ജ് കമാൻഡഡ് ദെം, അവരോട് എന്നുള്ള അർത്ഥത്തിലാണ് കമാൻഡഡ് ദെം എന്ന് പറയുന്നത്. ടു കോൾ ദ ഫസ്റ്റ് വിറ്റ്നസ്, ബാക്കിയെല്ലാം അതുപോലെ തന്നെ. ഓക്കെ, സോ ദ നെക്സ്റ്റ് എക്സാമ്പിൾ ഇറ്റ്സ് വെരി ഈസി. ഹി സെഡ് ടു ഹിം, പ്ലീസ് വെയിറ്റ് ഹിയർ ടിൽ ഐ റിട്ടേൺ. അവനോട് പറഞ്ഞു എന്താണ്? പ്ലീസ് വെയിറ്റ് ഹിയർ, ദയവായി ഞാൻ വരുന്നത് വരെ, ഞാൻ തിരിച്ചു വരുന്നത് വരെ ഇവിടെ കാത്തിരിക്കൂ. പ്ലീസ് വെയിറ്റ്, ഇറ്റ്സ് എ റിക്വസ്റ്റ്. സോ ഹി റിക്വസ്റ്റഡ് ഹിം, അവനോട് റിക്വസ്റ്റ് ചെയ്തു അല്ലേ? ഇവിടെ ഹി സെഡ് ടു ഹിം എന്നാണ്. സോ ഹി റിക്വസ്റ്റഡ് ഹിം ടു വെയിറ്റ് ഹിയർ എന്നുള്ളത് ദെയർ ആയി മാറി അല്ലേ? അവിടെ വെയിറ്റ് ചെയ്യാൻ. ഏതുവരെ? ടിൽ ഹി റിട്ടേൺഡ്. ഐ എന്നുള്ളത് ഹി ആയി മാറി. അതുപോലെ തന്നെ റിട്ടേൺ എന്നുള്ളതിൻ്റെ സെക്കൻഡ് ഫോം റിട്ടേൺഡ്, അവൻ തിരിച്ചു വരുന്നത് വരെ എന്നുള്ള അതിൻ്റെ പാസ്റ്റ് ഫോമിലേക്ക് മാറി. സോ ഹി സെഡ് ഹിം പ്ലീസ് വെയിറ്റ് ഹിയർ ടിൽ ഐ റിട്ടേൺ ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഹി റിക്വസ്റ്റഡ് ഹിം ടു വെയിറ്റ് ദെയർ ടിൽ ഹി റിട്ടേൺഡ്. ഓക്കെ, സോ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. നൗ നെക്സ്റ്റ് എക്സാമ്പിൾ. ഹി ഷൗട്ടഡ് ലെറ്റ് മീ ഗോ. അവൻ ഷൗട്ട് ചെയ്യാണ്, ഉറക്കെ പറയാണ്, എന്നെ പോവാൻ അനുവദിക്കൂ എന്നാണ് പറയുന്നത് അല്ലേ? എന്താണ് ഷൗട്ട് എന്ന് പറയുമ്പോൾ? അതൊരു ഓർഡർ ചെയ്യുന്ന, കമാൻഡ് ചെയ്യുന്ന അതേ ഫോമാണ്. സോ ഹിയർ ദ സെയിം ഫോമാറ്റ് ഈസ് യൂസ്ഡ്. ഹി ഷൗട്ടഡ് ടു ദെം, അവരോട് ഷൗട്ട് ചെയ്തു എന്ന് പറയുന്നു. ആരോടാണെന്ന് ഇവിടെ വ്യക്തമല്ല, അപ്പം ദെം എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, ടു ലെറ്റ് ഹിം ഗോ. ലെറ്റ് മീ എന്നുള്ളത് എന്തായി മാറി? ഹിം ആയി മാറി. അവനെ പോവാൻ അനുവദിക്കൂ. കാരണം അവനാണ് പറഞ്ഞിട്ടുള്ളത്, അപ്പോൾ അവനെ പോവാൻ അനുവദിക്കൂ എന്ന് പറയുന്നു. ഓക്കെ, സോ ഇറ്റ്സ് വെരി ക്ലിയർ. ഹി ഷൗട്ടഡ് ലെറ്റ് മീ ഗോ. He shouted to them, let him go. The last and final example for commands and requests. Here, he said, be quiet and listen to my words. ശബ്ദമുണ്ടാക്കാതിരുന്ന് ഞാൻ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കൂ എന്നാണ് പറയുന്നത്. ബി ക്വയറ്റ്, ശബ്ദം ഉണ്ടാക്കാതിരിക്കാൻ. ആൻഡ് ലിസൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിയർ അല്ല. ഹിയർ എന്ന് പറയുമ്പോൾ എന്താ? കേൾക്കുക. ലിസൺ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേൾക്കുകയാണ്. ലിസൺ ടു മൈ വേർഡ്സ്. അപ്പം ശബ്ദിക്കാതിരുന്ന് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുന്നതാണ്. അപ്പോൾ അതെന്ത് ചെയ്യുകയാണ്? ഒരാളും അങ്ങനെ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ്. സോ അതൊരു ഓർഡർ കൂടിയാണ്. അപ്പോൾ ഇവിടെ ഹി ഏർജ് എന്ന് പറഞ്ഞാൽ നിർബന്ധിക്കുക, പ്രേരിപ്പിക്കുക എന്നൊക്കെയുള്ള അർത്ഥം. ഹി ഏർജ് ദം ടു ബി ക്വയറ്റ്. അവരെ എന്ത് ചെയ്തു? എന്തിനു വേണ്ടി പ്രോത്സാഹിപ്പിച്ചു? ടു ബി ക്വയറ്റ് അല്ലേ? ബി ക്വയറ്റ് ആൻഡ് ലിസൺ ടു മൈ വേർഡ്സ് എന്നുള്ളത് ഹിസ് വേർഡ്സ് ആയി മാറി. കാരണം പറഞ്ഞത് ഹി ആണ്. ഓക്കെ, സോ ഹി സെഡ് ബി ക്വയറ്റ് ആൻഡ് ലിസൺ ടു മൈ വേർഡ്സ്. ഇറ്റ് ബിക്കെയിം ഹി ഏർജ്ഡ് ദം ടു ബി ക്വയറ്റ് ആൻഡ് ലിസൺ ടു ഹിസ് വേർഡ്സ്. ഓർ ഹി ആസ്ക്ഡ് ദം എന്നും പറയാം, കുഴപ്പമില്ല. ഹി കമാൻഡഡ് ദം പറയാം, ഹി ഓർഡേർഡ് ദം പറയാം. ഓക്കെ, സോ hope it's very clear. Now we are going to the next section, how to convert exclamatory sentences and wishes. Wishes എന്ന് പറഞ്ഞാൽ ആശംസകളാണ്. Okay. In reporting exclamations and wishes, the indirect speech is introduced by some verbs expressing exclamation or wish. അതായത് ആശ്ചര്യമോ അതുപോലെ തന്നെ വിഷ്, ആശംസയോ സൂചിപ്പിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള വേർബ്സ് ആണ് ഉപയോഗിക്കേണ്ടത് എന്നാണ് പറയുന്നത്. അത്തരത്തിലുള്ള വേർബ്സ് ഉപയോഗിക്കണമെന്ന് പറയുകയാണ്. ഫസ്റ്റ് എക്സാമ്പിളാണ് എന്താണ്? ഹി സെഡ് അലാസ് ഐ ആം അൺഡൺ. എന്താണ്? ഹി സെഡ് അലാസ് എന്ന് പറഞ്ഞാൽ അയ്യോ എന്നൊക്കെ പറയുന്ന പോലെയാണ്. ഐ ആം അൺഡൺ, ഞാൻ ചെയ്തില്ലല്ലോ എന്നുള്ളത് പറയുകയാണ്. അതിവിടെ വരുന്ന സമയത്ത് ആ ഒരു ആശ്ചര്യം കാണിക്കാൻ വേണ്ടി എക്സ്ക്ലൈംഡ് എന്നുള്ള വേർഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എക്സ്ക്ലൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യത്തോടെ പറയുക, ഉറക്കെ പറയുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. ആശ്ചര്യത്തോടു കൂടെ പറയുക എന്നൊക്കെ പറയാം. സോ ഹി എക്സ്ക്ലൈംഡ്, ആ ഒരു വേർഡ് ഓർത്തിരിക്കുക. സാഡ്ലി, ദുഃഖത്തോടു കൂടിയാണ് പറയുന്നത്, ഞാൻ ചെയ്തില്ലല്ലോ അല്ലേ. ദാറ്റ് ഐ ആം അൺഡൺ, ഹീ ആണ്, അവനാണ് പറഞ്ഞത്, അതുകൊണ്ട് ഹീ വാസ് അൺഡൺ ആയി മാറി. ഐ ആം എന്നുള്ളത് ഹീ വാസ് അൺഡൺ എന്നായി മാറി. ഓക്കെ, നെക്സ്റ്റ്. ആലീസ് സെഡ് ഹൗ ക്ലവർ ഐ ആം. ആലീസ് സ്വയം പൊക്കുകയാണ് അല്ലേ. എന്താ പറയുന്നത്?
ഹൗ ക്ലവർ ഐ ആം, ഞാൻ എത്രത്തോളം ബുദ്ധിമതിയാണ് എന്നാണ് ആലീസ് പറയുകയാണ്. ആലീസ് എക്സ്ക്ലൈംഡ്, ആശ്ചര്യത്തോടു കൂടെ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ദാറ്റ് ഷീ വാസ് ക്ലവർ. ഹൗ ക്ലവർ ഐ ആം എന്നുള്ളത് മാറിയത് നോക്കുക. ഹൗ എന്നുള്ള വേർഡ് അതുപോലെ ഉപയോഗിക്കില്ല. ഞാൻ എത്ര ബുദ്ധിമതിയാണ്, ആ ഹൗ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒമിറ്റ് ചെയ്യുന്നു, അത് വേണ്ട. പിന്നെ എന്താണ്? ക്ലവർ ഐ ആം, എത്രത്തോളം ക്ലവറാണ് ഞാൻ, അല്ലേ? ഹൗ ക്ലവർ ഐ ആം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫോർമാറ്റ് നോക്കൂ. ക്ലവർ കഴിഞ്ഞിട്ടാണ് ഐ ആം വരുന്നത്. ആ ഫോർമാറ്റ് എന്ത് ചെയ്യുകയാണ്, നമ്മൾ മറ്റൊരാളോട് പറയുമ്പോൾ അതുപോലെ പറയാതെ നമ്മൾ അതിൻ്റെ രൂപം മാറ്റുന്നു. എന്താണ് രൂപമാറ്റം വന്നത്? എക്സ്ക്ലൈംഡ് ദാറ്റ് ഐ ആം എന്നുള്ളത് എന്തായി മാറി? ഐ എന്നുള്ളത് ഷീ ആയി മാറി. ആം എന്നുള്ളത് വോസ് ആയി മാറി. അതിന് ശേഷം നമ്മൾ ക്ലവറിനെ ഇങ്ങോട്ട് എടുത്തിടുന്നു. സോ ആലീസ് സെഡ് ഹൗ ക്ലവർ ഐ ആം. നിങ്ങൾക്ക് അത്തരം സെൻറ്റൻസസ് കാണുമ്പോൾ മനസ്സിലാവും. ഒരു എക്സ്ക്ലമേഷൻ മാർക്കൊക്കെ വെച്ച് അതിൻ്റെ ഫോർമാറ്റിൽ ചെറിയൊരു മാറ്റം ഉണ്ടാവും. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതങ്ങനെയല്ല എഴുതേണ്ടതെന്ന്. ഓക്കെ, സോ ആലീസ് എക്സ്ക്ലൈംഡ് ദാറ്റ് ഷീ വാസ് ക്ലവർ. അവൾ ക്ലവറാണ്, അവൾ ബുദ്ധിമതിയാണെന്ന് അവൾ ആശ്ചര്യപ്പെട്ടു, പറഞ്ഞു. അത് നമ്മൾ മറ്റൊരാളോട് പറയുമ്പോൾ ഒരിക്കലും ഹൗ ക്ലവർ ഐ ആം എന്ന് പറയില്ല, അല്ലേ? ആലീസ് എക്സ്ക്ലൈംഡ് ദാറ്റ് ഹൗ ക്ലവർ ഷീ ഈസ് എന്നോ അല്ലെങ്കിൽ ഷീ വാസ് എന്നോ നമ്മൾ പറയുന്നതിന് പകരം കുറച്ചും കൂടെ നല്ല ഫോർമാറ്റ് എന്താണ്? ദാറ്റ് ഷീ വാസ് ക്ലവർ എന്നാണ് വേറൊരാളോട് നമ്മൾ പറയുകയാണ്. ഇനി എക്സാമിൻ്റെ കേസിൽ നിങ്ങൾ ഹൗ ക്ലവർ ഷീ വാസ് എന്ന് പറഞ്ഞാലും വലിയ മിസ്റ്റേക്സ് പറയാനില്ല. പക്ഷേ ഈ ഒരു രീതിയിലേക്ക് നിങ്ങൾ പഠിച്ചു വെച്ചാൽ അത് വളരെ നന്നായിരിക്കും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ സെക്കൻഡ് എക്സാമ്പിൾ. ആൻഡ് നൗ വി ആർ ഗോയിങ് ടു ദ തേർഡ് എക്സാമ്പിൾ. He said, "Bravo, you have done well." Congratulate ചെയ്യാണ്. Bravo, you had done well, അല്ലേ? അപ്പോൾ he applauded him എന്നാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്. He applauded him. അപ്ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശംസിക്കുക അല്ലെങ്കിൽ ആശംസിക്കുക എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. അതായത് എന്താണ്, അവനെ നമുക്കറിയാം അപ്ലോഡ് എന്ന് പറയുന്ന വേർഡ് നമ്മൾ കേട്ടിട്ടുള്ളതാണ്, അല്ലേ? എങ്ങനെയാണ് അപ്ലോഡ് എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ്? അപ്ലോസ്, ഗിവ് ഹിം എ റൗണ്ട് ഓഫ് അപ്ലോസ് എന്നൊക്കെ പറഞ്ഞിട്ട് കയ്യടി കൊടുക്കാൻ വേണ്ടി നമ്മൾ പറയാറുണ്ട്, അല്ലേ? അതുപോലെ തന്നെയാണ് ഇവിടെ ഇത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ഇവിടെ കാണുന്നത് അപ്ലോഡഡ് ഹിം എന്നുള്ളതാണ്. സേയിങ് ദാറ്റ്, എന്ത് പറഞ്ഞിട്ടാണ് അവൻ അഭിനന്ദിച്ചത്? ഹി ഹാഡ് ഡൺ വെൽ. യു ഹാവ് ഡൺ എന്നാണ്. യു ഹാവ് എന്നുള്ളത് ഹി ഹാഡായി മാറി. യു എന്നുള്ളത് ഹീയും ഹാവ് എന്നുള്ളത് ഹാഡും ആയി മാറി. ഡൺ നമ്മളതുപോലെ ഉപയോഗിക്കുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? സോ ഹോപ്പ് ഇറ്റ്സ് വെരി ക്ലിയർ. നമ്മൾ നേരത്തെ പഠിച്ച റൂളിൽ പറഞ്ഞിട്ടുണ്ട്, എന്താണ് പ്രസൻറ്റ് പെർഫെക്റ്റ് എന്തായി മാറും? പാസ്റ്റ് പെർഫെക്റ്റ് ആയി മാറും എന്ന് പറയുന്നു. അതാണ് ഇവിടെ സംഭവിച്ചത്. ഇതൊന്നും അറിയാത്തവർ അതിനെക്കുറിച്ച് കൺഫ്യൂഷൻ ആവണ്ട. ഹാവ് എന്നുള്ളത് ഹാഡായി മാറി. ദാറ്റ്സ് ഓൾ. സോ നൗ വി ആർ ഗോയിങ് ടു ലുക്ക് സം ഓഫ് ദ ആക്ടിവിറ്റീസ് ബേസ്ഡ് ഓൺ അവർ ടെക്സ്റ്റ് ബുക്ക്. +1 ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തുള്ള ആക്ടിവിറ്റീസ് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ആൻഡ് ഹിയർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇറ്റ്സ് ടേക്കൺ ഫ്രം ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. ഓക്കെ, അതിൽ നിന്നാണ്. മാഗി, എക്സ്ക്യൂസ് മീ, ആർ യു എ വെജിറ്റേറിയൻ? ഗുപ്ത, വൈ ഡു യു ആസ്ക് ദാറ്റ്? Maggie, I have heard that most Indians are vegetarians. So it's taken from Price of Flowers. നമുക്കറിയാം, in the beginning മാഗി എന്ത് ചെയ്യാണ്, ഗുപ്തയും തമ്മിൽ കണ്ടുമുട്ടുന്ന സമയത്ത് മാഗി വാസ് ഇൻട്രസ്റ്റഡ് ഓർ she had very much curious. She is very curious to know whether Gupta is a vegetarian. അതാണ്. അപ്പോൾ അവൾ നേരിട്ട് ചോദിക്കുകയാണ് ഗുപ്തയോട്, എന്താണ്, ആർ യു എ വെജിറ്റേറിയൻ? ഗുപ്ത ചോദിക്കുന്നു, വൈ ഡു യു ആസ്ക് ദാറ്റ്? എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്? മാഗി പറയുകയാണ്, ഐ ഹാവ് ഹേർഡ് ദാറ്റ് മോസ്റ്റ് ഇന്ത്യൻസ് ആർ വെജിറ്റേറിയൻസ്. അധികം ഇന്ത്യൻസും വെജിറ്റേറിയൻസ് ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ ഇവിടെ മാഗി എക്സ്ക്യൂസ് മീ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചോദിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ വളരെ റിക്വസ്റ്റിംഗ് രൂപത്തിൽ പൊളൈറ്റ്ലി ആണ് ചോദിച്ചത്. സോ പൊളൈറ്റ്ലി, വിനയത്തോടു കൂടെ ചോദിച്ചു എന്നുള്ളതിനാണ് പൊളൈറ്റ്ലി ആസ്ഡ്. ഓക്കെ, ക്വസ്റ്റ്യൻ ആണ്, ആസ്ഡ് എന്നുള്ള രൂപം അതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്തു. ആരോടാണ് ചോദിച്ചത്? ഗുപ്തയോട്. എന്താണ്, are you a vegetarian? So there is no question word. So we know that if there is no question word, when we convert it into indirect, we should use whether or if. Here also we used whether. Whether you, le, you എന്നുള്ളത് എന്തായി? he ആയി മാറി. Then are became was. Whether he was a vegetarian, Gupta asked her. അപ്പോൾ ഗുപ്ത തിരിച്ചു ചോദിച്ചു, എന്താണ്? ഗുപ്ത asked her, അല്ലേ, എന്ത് ചോദിക്കുകയാണ്?
Why? Because here the same question word is used, so we converted here in the conversion also, that means in the indirect also we use the same question word. Why do you ask? That do you became why she asked. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡു എന്ന് പറയുന്ന സംഗതിയൊക്കെ നമ്മൾ എടുത്ത് കളയുന്നു അല്ലേ. why she asked that question. Gupta asked her why she asked that question. എന്തുകൊണ്ടാണ് അവൾ ആ ക്വസ്റ്റ്യൻ ചോദിച്ചതെന്ന് ചോദിച്ചു. why she asked that എന്ന് പറഞ്ഞാൽ മതി, that question എന്നുള്ളതും കൂടെ പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ. ദെൻ മാഗി പറഞ്ഞ കാര്യമാണ് പറയുന്നത്. മാഗി റിപ്ലൈഡ് ദാറ്റ്. മാഗി അതിന് റിപ്ലൈ ചെയ്തു. ഇങ്ങനെയാണ് ഒരു വലിയ സെൻറ്റൻസ് കോൺവെർസേഷനൊക്കെ ചെയ്യുന്ന സമയത്ത്. മാഗി റിപ്ലൈഡ് ദാറ്റ് എന്താണ്, ഐ ഹാവ് ഹേർഡ് എന്നുള്ളത് നമ്മൾ വേറൊരാൾ പറയുകയാണ്. അപ്പോൾ എന്ത് തീർന്നു, ഷീ ഹാഡ് ഹേർഡ് എന്നായി മാറി. ഓക്കെ. ഹാവ് ഹാഡ് ആയി മാറി. ഷീ ആയി മാറി. ഓക്കെ. സോ ഹോപ്പ് ഇസ് ക്ലിയർ ദാറ്റ് ഷീ ഹാഡ് ഹേർഡ് ദാറ്റ് മോസ്റ്റ് ഇന്ത്യൻസ് ആർ എന്നുള്ളത് മോസ്റ്റ് ഇന്ത്യൻസ് വെയർ ആയി മാറി. ഓക്കെ. സോ ഷീ ഹേർഡ് ദാറ്റ് മോസ്റ്റ് ഇന്ത്യൻസ് വെയർ വെജിറ്റേറിയൻ. സോ ഇൻ ടോട്ടൽ ദോസ് കോൺവെർസേഷൻ അത് നമ്മൾ മാറ്റിയ സമയത്തേക്ക് ദാറ്റ് കോൺവെർസേഷൻ ഈസ് ചേഞ്ച്ഡ് ഇൻ ടു in this form. Okay, in the form in the box. Maggie politely asked Gupta whether he was a vegetarian. Maggie വളരെ താഴ്മയോടുകൂടെ ഗുപ്തയോട് അദ്ദേഹം ഒരു വെജിറ്റേറിയൻ ആണോ എന്ന് ചോദിച്ചു അല്ലേ. ആ ചോദ്യം അതുപോലെയല്ല നമ്മളോട് പറയുന്നത്. ഗുപ്ത ആസ്ക്ഡ് ഹർ വൈ ഷീ ആസ്ക്ഡ് ദാറ്റ് ക്വസ്റ്റ്യൻ. ഗുപ്ത അവളോട് ചോദിച്ചു എന്തുകൊണ്ടാണ് അവൾ അങ്ങനെ ചോദിക്കുന്നതെന്ന്. മാഗി റിപ്ലൈഡ് ദാറ്റ്. മാഗി അതിന് മറുപടി പറഞ്ഞു. റിപ്ലൈഡ് ദാറ്റ് ഷീ ഹാഡ് ഹേർഡ് ദാറ്റ് മോസ്റ്റ് ഇന്ത്യൻസ് വർ വെജിറ്റേറിയൻസ്. അധിക ഇന്ത്യക്കാരും വെജിറ്റേറിയൻസ് ആണെന്ന് അവൾ കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചതെന്ന് അവൾ പറഞ്ഞു എന്നാണ് പറയുന്നത്. ഓക്കെ. സോ നേരത്തെ പറഞ്ഞ ആ ക്വസ്റ്റ്യൻ്റെ രൂപമേ അല്ല ഇവിടെ അല്ലേ. ഓക്കെ. സോ നൗ വി ആർ ഗോയിങ് ടു ദ നെക്സ്റ്റ് പേജ്. നെക്സ്റ്റ് എക്സാമ്പിൾ ഹിയർ. മാഗി പ്ലീസ് ബൈ ഫ്ലവേഴ്സ് വിത്ത് എ shilling when you go and lay them on my brother's grave for me. Gupta, Maggie, I shall use this shilling to buy flowers and put them on your brother's grave. So here, this is in the last part of our story. We know that when Gupta is saying goodbye to Maggie, Gupta, he is returning to India because he got a job there and he got appointed in civil service in Punjab. Okay. So he wanted to return to India and they are talking together. അവരുടെ ഒരു സംഭാഷണമാണ്. അതിനകത്ത് മാഗി പറയാണ് ഒരു ഷില്ലിങ് കൈമാറിക്കൊണ്ട് എന്ത് ചെയ്യണം, കുറച്ച് പൂക്കൾ വാങ്ങിയിട്ട് എൻ്റെ ബ്രദറിൻ്റെ കല്ലറയ്ക്ക് മുകളിൽ വെക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ ഗുപ്ത പറയുന്നു ഐ ഷാൾ യൂസ് ദിസ് ഷില്ലിങ് ടു ബൈ ഫ്ലവേഴ്സ് ആൻഡ് പുട്ട് ദം ഓൺ യുവർ ബ്രദേഴ്സ് ഗ്രേവ് എന്നാണ് പറയുന്നത്. അതിവിടെ വരുന്നു പ്ലീസ് ബൈ ഫ്ലവേഴ്സ്. നമ്മൾ നേരത്തെ പഠിച്ചു എന്താണ് കമാൻഡ്സ് ആൻഡ് റിക്വസ്റ്റ് ഒക്കെ എങ്ങനെ ചെയ്യുമെന്ന് പഠിച്ചു. ഇവിടെ ഒരു റിക്വസ്റ്റാണ് മാഗിയുടെ ഭാഗത്ത് നിന്ന് പ്ലീസ് ബൈ ഫ്ലവേഴ്സ് എന്നുള്ള റിക്വസ്റ്റ്. സോ അത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് മാഗി റിക്വസ്റ്റഡ് ഗുപ്ത എന്താണ് ടു ബൈ ഫ്ലവേഴ്സ് അല്ലേ വിത്ത് ദ ഷില്ലിങ് വിത്ത് ദാറ്റ് ഷില്ലിങ്. വെൻ യു ഗോ എന്നുള്ളത് എന്തായി മാറി വെൻ ഹീ വെൻറ്റ് ഇല്ലേ. യു ഗോ എന്നുള്ളത് വെൻ ഹീ വെൻറ്റ് എന്നിട്ട് ആൻഡ് ടു ലേ ദം അതുപോലെ തന്നെ വന്നു ഓൺ ദ ഗ്രേവ് ഓഫ് അല്ലേ ലേ ദം മൈ ബ്രദേഴ്സ് ഗ്രേവ് എന്നുള്ളത് എന്തായി മാറി ഓൺ ദ ഗ്രേവ് ഓഫ് ഹർ ബ്രദർ എന്നായി മാറി. ഫോർ മീ എന്നുള്ളത് ഫോർ ഹർ എന്നായി മാറി. അവൾക്ക് വേണ്ടി വെക്കാൻ പറഞ്ഞു എന്നാണ്. നമ്മൾ മൂന്നാമതൊരാളോട് പറയുന്ന പോലെയാണ് ചെയ്യുന്നത് അല്ലേ. ആ സെൻറ്റൻസ് മാറ്റി എഴുതുമ്പോൾ അടുത്ത ഗുപ്തയുടെ ഡയലോഗാണ് മാറുന്നത്. ഗുപ്ത റിപ്ലൈ ചെയ്തു. എന്താണ് റിപ്ലൈ ചെയ്തത്? റിപ്ലൈഡ് ദാറ്റ് ഹീ വുഡ് അല്ലേ. ഷാൾ എന്നുള്ളത് ഇവിടെ വുഡാക്കി മാറ്റി, അത്രയേ ഉള്ളൂ. ഐ ഷാൾ യൂസ് എന്നുള്ളത് ഹീ എന്നായി മാറിയായി. ഷാൾ എന്നുള്ള ഷുഡ് എന്നുള്ളത് വുഡായി മാറി. ഓക്കെ. ഐ വുഡ് എന്താണ് ഹീ വുഡ് യൂസ് ദാറ്റ് ഷില്ലിങ് അല്ലേ. ദിസ് ഷില്ലിങ് എന്നുള്ളത് എന്തായി മാറി ദാറ്റ് ഷില്ലിങ് ആയി മാറി. ടു ബൈ ഫ്ലവേഴ്സ് അതുപോലെ തന്നെ വന്നു ടു ബൈ ഫ്ലവേഴ്സ്. ഓക്കെ. ടു ബൈ ഫ്ലവേഴ്സ് ആൻഡ് പുട്ട് ദം ഓൺ യുവർ ബ്രദേഴ്സ് ഗ്രേവ്. ആൻഡ് വുഡ് എന്ന് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്, ചെയ്യും എന്നുള്ള അർത്ഥത്തിലാണ്, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പുട്ട് ദം ഓൺ ഹർ ബ്രദേഴ്സ് ഗ്രേവ് എന്നുള്ള തരത്തിലേക്ക് അത് മാറി.
ഓക്കെ, സോ ഹോപ്പ് ഇറ്റ്സ് വെരി ക്ലിയർ. ഓക്കെ, ആ രണ്ട് കോൺവെർസേഷനും കൂടെയാണ് ഇവിടെ മാറിയിട്ടുള്ളത്. മാഗി ഗുപ്തയോട് റിക്വസ്റ്റ് ചെയ്തു, എന്തിനാണ്? ടു ബൈ ഫ്ലവേഴ്സ് വിത്ത് ദാറ്റ് ഷില്ലിങ്, അവൾ കൊടുത്ത ആ ഷില്ലിങ് കൊണ്ട് ഫ്ലവേഴ്സ് വാങ്ങാനും. വെൻ ഹീ വെൻറ്റ്, എപ്പോഴാണോ അവിടെ അദ്ദേഹം പോകുന്നത്. ആൻഡ് ടു ലേ ദം ഓൺ ദ ഗ്രേവ് ഓഫ് ഹർ ബ്രദർ ഫോർ ഹർ, അവൾക്ക് വേണ്ടി അവളുടെ ബ്രദറിൻ്റെ കല്ലറയിൽ അത് വെക്കാൻ വേണ്ടി പറഞ്ഞു. ഗുപ്ത റിപ്ലൈഡ് ദാറ്റ്, ഇതിന് ഗുപ്ത മറുപടി പറഞ്ഞു, ദാറ്റ് ഹീ വുഡ് യൂസ് ദാറ്റ് ഷില്ലിങ് ടു ബൈ ഫ്ലവേഴ്സ്, അദ്ദേഹം ആ ഷില്ലിങ് ഉപയോഗിച്ചിട്ട് പൂക്കൾ വാങ്ങുമെന്നും പറഞ്ഞു. ആൻഡ് വുഡ് പുട്ട് ദം ഓൺ ഹർ ബ്രദേഴ്സ് ഗ്രേവ്, എന്നിട്ട് ബ്രദേഴ്സിൻ്റെ ഗ്രേവിൽ വെക്കുമെന്നും പറഞ്ഞു എന്ന് പറയുകയാണ്. ഓക്കെ, ദാറ്റ്സ് ഓൾ. സോ ഹിയർ ഈസ് എ മോഡൽ ക്വസ്റ്റ്യൻ ഫ്രം ടെക്സ്റ്റ് ബുക്ക്. Hassan, are you careful of yourself, Dr. Sahib? Doctor, indeed I am. Besides, this is my work. Hassan, do not worry, Dr. Sahib. I am strong and it is my work too. Imagine the doctor reported this to one of his friends after approaching Ranaganji in Calcutta. Okay. എന്താ പറയുന്നത്? ഈ കോൺവെർസേഷൻ നമുക്കറിയാം, ഇറ്റ്സ് ടേക്കൺ ഫ്രം ദ സെറാങ്ക് ഓഫ് റാണഗഞ്ചി. എന്നിട്ട് എന്താണ് അതിനകത്തുള്ള പ്രധാന ക്യാരക്ടർ നമുക്കറിയാം, ഹസനാണ്. ഹസനും ഡോക്ടറും കൂടെയുള്ള ഒരു കോൺവെർസേഷനാണ് ഇവിടെ കാണുന്നത്. നമുക്ക് അറിയാം, ഡോക്ടർ ചോദിക്കുന്നതാണ് അല്ലേ ഹസനോട്, എന്തിനാണ് അടുത്ത് ഇങ്ങനെ പോകുന്നത് എന്ന്. ബിക്കോസ് ഹസൻ വെൻ ഹീ ട്രൈങ് ടു നേഴ്സ് ദ പേഷ്യൻസ്, വെൻ ഹീ ഈസ് ഹെൽപ്പിംഗ് ദ പേഷ്യൻസ്, ഹീ ഗോയിങ് വെരി ക്ലോസ് ടു ദ പേഷ്യൻസ്. സോ ഡോക്ടർ അദ്ദേഹത്തോട് പറയുന്നുണ്ട് അത്രയും അടുത്ത് പോകേണ്ടത്. ആ സമയത്ത് ഹസൻ്റെ മറുപടിയാണ്, ഹസൻ്റെ മറു ചോദ്യമാണ്, ആർ യു കെയർഫുൾ ഓഫ് യുവർ സെൽഫ് ഡോക്ടർ സാഹിബ്, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ ഡോക്ടർ സാഹിബ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ എന്താ പറയുന്നത്? ഇൻഡീഡ് ഐ ആം, തീർച്ചയായും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അല്ലേ. ബിസൈഡ്സ് ദിസ് ഈസ് മൈ വർക്ക്, അതിന് പുറമെ ഇതെൻ്റെ ജോലിയാണെന്ന് പറയുകയാണ്. ഹസൻ അപ്പോൾ തിരിച്ചെന്ത് പറയുന്നു? ഡു നോട്ട് വറി ഡോക്ടർ സാഹിബ്, ഐ ആം സ്ട്രോങ് ആൻഡ് ഇറ്റ് ഈസ് മൈ വർക്ക് ടു. ഡോക്ടർ സാഹിബിനോട് പറയുകയാണ്, ഇത് എന്താണ്, ഡോക്ടർ സാഹിബ് പേടിക്കേണ്ട, ഡോ നോട്ട് വറി അല്ലേ, ഐ ആം സ്ട്രോങ്, ഞാൻ വളരെ സ്ട്രോങ് ആണ്, ആൻഡ് ഇറ്റ് ഈസ് മൈ വർക്ക് ടു, ഇതെൻ്റെ വർക്ക് കൂടിയാണെന്നാണ് പറയുന്നത്. സോ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇമാജിൻ ദാറ്റ് ദ ഡോക്ടർ റിപ്പോർട്ടഡ് ദിസ് ടു വൺ ഓഫ് ഹിസ് ഫ്രണ്ട്സ് ആഫ്റ്റർ റീച്ചിങ് റാണഗഞ്ചി ഇൻ കൽക്കട്ട. റാണഗഞ്ചി നമുക്കറിയാം, ലിവർപൂൾ ടു കൽക്കത്തയാണ് അവരുടെ യാത്ര. അപ്പോൾ കൽക്കത്തയിൽ എത്തിയതിന് ശേഷം ഡോക്ടർ എന്ത് ചെയ്യുകയാണ്, അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ടിനോട് ഈ കാര്യത്തെക്കുറിച്ച് പറയുകയാണ്. ഈ ഒരു കോൺവെർസേഷൻ ഇങ്ങനെ ഡോക്ടർ പറഞ്ഞ സമയത്ത് ഹസൻ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ അത്ഭുതത്തോടു കൂടെ പറയുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഡോക്ടർ അത് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു നല്ല മോഡൽ ക്വസ്റ്റ്യനാണ്. ഇതുപോലെ ആയിരിക്കും പൊതുവെയൊക്കെ എക്സാമിന് വരിക. അല്ലെങ്കിൽ റിപ്പോർട്ട് ദ ഫോളോയിങ് കോൺവെർസേഷൻ എന്ന് പറഞ്ഞിട്ട് ടെക്സ്റ്റിൽ നിന്നുള്ള പാർട്ട് വരും. എന്നിട്ട് അവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് കണ്ടിന്യൂ ചെയ്യേണ്ടത് എന്നുള്ളത്. യു മേ ബിഗിൻ ആസ്, I met a great sarang named Hassan. He asked me whether, അല്ലേ, I met a great sarang named Hassan. ഹസൻ എന്ന പേരിൽ ഒരു വളരെ മഹാനായിട്ടുള്ള ഒരു സറാങ്കിനെ ഞാൻ കണ്ടു. ഹി ആസ്ഡ് മീ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. വെദർ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ. ആർ യു എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്, അതുകൊണ്ടാണ് വെദർ ഉപയോഗിച്ചിട്ടുള്ളത്. ദർ ഇസ് നോ ക്വസ്റ്റ്യൻ വേർഡ്. ഇതെങ്ങനെ ചെയ്യുമെന്നുള്ളതാണ്. ഇത് ചെയ്തിട്ടുള്ള ഒരു മോഡൽ നമുക്ക് നോക്കാം. ആദ്യം ആ ക്വസ്റ്റ്യൻ തന്നെ ഒന്ന് കൊടുത്തു എന്നേ ഉള്ളൂ. ഓക്കെ. I met a great sarang named Hassan. He asked me whether I was careful of myself. Whether I was careful of myself. ഇവിടെ ആർ യു എന്നുള്ളത് എന്തായി മാറി? ഐ ആയി മാറി. കാരണം ഡോക്ടറോടാണ് ചോദിച്ചത്, ഐ ആയി മാറി അല്ലേ. പിന്നെ അതുപോലെ തന്നെ എന്താ സംഭവിച്ചത്? ആർ എന്നുള്ളത് വാസ് ആയി മാറി. ഓക്കെ. വെദർ ഐ വാസ് കെയർഫുൾ ഓഫ് യുവർ സെൽഫ് എന്നുള്ളത് എന്തായി മാറി? മൈസെൽഫ് എന്നായി മാറി. ഓക്കെ. സോ ഹി ആസ്ഡ് മീ അല്ലേ, ആസ്ഡ്, പിന്നെ ഈ ഭാഗം ആവർത്തിക്കേണ്ട ആവശ്യമില്ല നമ്മൾ. ഓക്കെ. ദെൻ ഐ റിപ്ലൈഡ് ടു ഹിം, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ദാറ്റ് ഐ വാസ് കെയർഫുൾ ആസ് ഇറ്റ് ഈസ് മൈ വർക്ക്. ഐ വാസ് കെയർഫുൾ ആസ് ഇറ്റ് ഈസ് മൈ വർക്ക്. ഇത് ഞാൻ വേറൊരാളോട് പറയുന്ന സമയത്ത് ഇൻഡീഡ് ഐ ആം, തീർച്ചയായും ഞാൻ എന്നുള്ളത് അതുപോലെ പറയുന്നില്ല എന്നേ ഉള്ളൂ. ബിസൈഡ്സ് ദിസ് ഈസ് മൈ വർക്ക്, ഇങ്ങനെയാണ് ഡോക്ടർ അപ്പോൾ പറഞ്ഞത്. ഇൻഡീഡ് ഐ ആം, തീർച്ചയായും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അല്ലേ, സത്യത്തിൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ബിസൈഡ്സ്, അതിന് പുറമേ ഇതെൻ്റെ ജോലിയാണ്. അത് അദ്ദേഹം എന്ത് ചെയ്യുകയാണ്, മൂന്നാമതൊരാളോട് പറയുന്ന സമയത്ത് അതങ്ങനെ പറഞ്ഞില്ല, അത്രയേ ഉള്ളൂ. ദിസ് ഈസ് മൈ വർക്ക് എന്നുള്ളത് എന്തായി മാറി? ഇറ്റ് വാസ് മൈ വർക്ക് എന്നായി മാറി. ഐ റിപ്ലൈ ടു ഹിം ദാറ്റ്, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഐ വാസ് കെയർഫുൾ. ഐ ആം എന്നുള്ളത് ഐ വാസ്. ഇൻഡീഡ് എന്നുള്ളതിന് പകരം എന്ത് ചെയ്തു? കെയർഫുൾ എന്നുള്ള വേർഡ് ഉപയോഗിച്ചു അല്ലേ. ഐ വാസ് കെയർഫുൾ ആസ് ഇറ്റ് ഈസ് മൈ വർക്ക്. എന്തുകൊണ്ട്?
അത് എൻ്റെ ജോലി ആയതുകൊണ്ട് തന്നെ ഞാൻ വളരെ ശ്രദ്ധിച്ചാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ഫോർമാറ്റ് അങ്ങോട്ട് ഒഴിവാക്കി എന്നേ ഉള്ളൂ. ആ സമയത്ത് പറഞ്ഞ കാര്യം ഡോക്ടർ അതുപോലെയല്ല, നമ്മൾ വേറൊരാളോട് പറയുമ്പോൾ വേറെ രീതിയിലാണ് പറയുന്നത്, അത്രയേ ഉള്ളൂ. ഓക്കെ, അതിലൊന്നും കൺഫ്യൂസിങ് ആവേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പുതിയൊരു ഫോർമാറ്റ് മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണിത്. ഓക്കെ, വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ പറഞ്ഞാൽ മതി. ഇതിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്? കൃത്യമായ ടെൻസസ് മാറുന്നുണ്ടെങ്കിലും സ്ട്രക്ചേഴ്സ് മാറുന്നുണ്ടെങ്കിലും നമുക്ക് മറ്റൊരാളോട് പറയുമ്പോൾ നമ്മളുടേതായ രീതിയിൽ ആ കാര്യം പറയാമെന്നുള്ളതാണ്. ദെൻ ഹസൻ ഇവിടെ ഡോണ്ട് വറി ഡോക്ടർ സാഹിബ് ഐ എം സ്ട്രോങ് ആൻഡ് ഇറ്റ് ഈസ് മൈ വർക്ക് ടു എന്ന് പറയുന്നുണ്ട്. അതിവിടെ ഡോക്ടർ ഹസൻ അത് കേട്ട സമയത്ത് എന്നെ കൺസോൾ ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ഡോക്ടർ പറയുന്നത്. ഹസൻ കൺസോൾഡ് മീ എന്ന് പറഞ്ഞാൽ ആശ്വസിപ്പിച്ചു. ഡോണ്ട് വറി എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? ആശ്വസിപ്പിക്കുകയാണ്. ഹസൻ കൺസോൾഡ് മീ. ഇനി നിങ്ങൾക്ക് ഇങ്ങനത്തെ വേർഡ്സ് ഒന്നും എഴുതണമെന്നില്ല. ഹസൻ സെഡ് മീ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ മതി, അങ്ങനെയായാൽ. ഓക്കെ, കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ. ഓക്കെ, കൺസോൾഡ് എന്ന് പറയുന്നതുകൊണ്ട് ആശ്വസിപ്പിച്ചു എന്നുള്ളതാണ്. ഹസൻ കൺസോൾഡ് മീ ആൻഡ് സേയിങ് ദാറ്റ് എന്നെ ഇത് പറഞ്ഞുകൊണ്ട് ഹസൻ ആശ്വസിപ്പിച്ചു. എന്താണ് പറഞ്ഞത്? ഡോണ്ട് വറി എന്നുള്ളത് ഇനി പറയേണ്ട ആവശ്യമില്ല, കാരണം അവിടെ കൺസോൾഡ് എന്ന് ഉപയോഗിച്ചു അല്ലേ. എന്താണ്? ഹീ വാസ് സ്ട്രോങ്. ഐ ആം സ്ട്രോങ് എന്നുള്ളത് എന്തായി മാറി? ഹീ വാസ് സ്ട്രോങ് എന്നായി മാറി അല്ലേ. ആൻഡ് ഇറ്റ് ഈസ് മൈ വർക്ക് ടു. ആൻഡ് ആഡഡ് ദാറ്റ്, അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്താണ് കൂട്ടിച്ചേർത്തത്? ഇറ്റ് ഈസ് മൈ വർക്ക് ടു എന്നുള്ള സംഗതി. ഇറ്റ് ഈസ് മൈ വർക്ക് ടു എന്നുള്ളത് ഇറ്റ് വാസ് ഹിസ് വർക്ക് ടു എന്നായി മാറി. ഇറ്റ് ഈസ് എന്നുള്ളത് ഇറ്റ് വാസ്, മൈ എന്നുള്ളത് ഹിസ്സായി മാറി. ഓക്കെ, അങ്ങനെ മാറ്റം വന്നിട്ടുണ്ട്. സോ ഇത് വളരെ ക്ലിയർ ആണെന്ന് തോന്നുന്നു. ഒന്ന് വായിച്ചു നോക്കൂ, ക്വസ്റ്റ്യനും ആൻസറും ഒന്ന് നോക്കുക. ഓക്കെ, സോ ആൻസർ ഒന്നുകൂടെ പറയാം. ഐ മെറ്റ് എ ഗ്രേറ്റ് സെറാങ് നെയിംഡ് ഹസൻ. ഞാൻ ഹസൻ എന്ന് പറയുന്ന വളരെ മഹാനായ ഒരു സെറാങ്ങിനെ കണ്ടു. ഹി ആസ്ഡ് മീ, അദ്ദേഹം എന്നോട് ചോദിച്ചു. വെദർ ഐ വാസ് കെയർഫുൾ ഓഫ് മൈസെൽഫ്, ഞാൻ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഐ റിപ്ലൈ ടു ഹിം, ഞാൻ അദ്ദേഹത്തിന് മറുപടി കൊടുത്തു. ദാറ്റ് ഐ വാസ് കെയർഫുൾ ആസ് ഇറ്റ് വാസ് മൈ വർക്ക്. അതെൻ്റെ ജോലി ആണ്, അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു, റിപ്ലൈ ചെയ്തു. ഹസൻ കൺസോൾഡ് മീ സെയിങ് ദാറ്റ് അല്ലേ. ആ സമയത്ത് ഹസൻ എന്നെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. എന്താണ്? ഹീ വാസ് സ്ട്രോങ്. ഹസൻ അദ്ദേഹം സ്ട്രോങ് ആണെന്നും ആൻഡ് ആഡഡ് ദാറ്റ് ഇറ്റ് വാസ് ഹിസ് വർക്ക് ടു, ഇത് എൻ്റെ കൂടെ വർക്കാണെന്നും ഹസൻ പറഞ്ഞു എന്ന് പറയുകയാണ്. സോ ഇറ്റ്സ് എ മോറൽ ഫ്രം യുവർ ടെക്സ്റ്റ് ബുക്ക്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ അല്ലേ, ഇപ്പം നമ്മൾ ഈ കണ്ടിട്ടുള്ള ലാസ്റ്റ് ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻസാണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. ഈ 3 ക്വസ്റ്റ്യൻസ് പോലെ, അതായത് ടെക്സ്റ്റ് പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ള ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസാണ് നിങ്ങൾ നോക്കേണ്ടത്. ഈ മോഡലൊന്ന് നന്നായി നോക്കുക. ആൻഡ് ഇത് നമ്മൾ എടുത്തിട്ടുള്ളത് ഈ ടെക്സ്റ്റ് പുസ്തകത്തിലെ ഈ മോഡൽസ് എല്ലാം എടുത്തിട്ടുള്ളത് നിങ്ങളുടെ വിജയബേരി മെറ്റീരിയലിൽ നിന്നാണ്. മലപ്പുറം ഡിസ്ട്രിക്ട് വിജയബേരിക്ക് വേണ്ടി ഫ്രട്ടേണിറ്റി ഓഫ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് മലപ്പുറം ഗ്രൂപ്പ് തയ്യാറാക്കിയിട്ടുള്ള ഉദാഹരണങ്ങളാണ് ഇതെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ഇത് കാണാം. ആ ടെക്സ്റ്റ് നിങ്ങൾ നന്നായി ഉപയോഗിക്കുക. മറ്റ് മുന്നിൽ തന്നിട്ടുള്ള എല്ലാ ഉദാഹരണങ്ങളും വളരെ പ്രശസ്തമായിട്ടുള്ള റെനാൻ മാർട്ടിൻ എന്ന് പറയുന്ന പോപ്പുലർ ആയിട്ടുള്ള ഇംഗ്ലീഷ് ഗ്രാമർ ബുക്ക്, റെനാൻ മാർട്ടിൻ എഴുതുന്ന ഇംഗ്ലീഷ് ഗ്രാമർ ബുക്ക് എന്നാണ് എടുത്തിട്ടുള്ളത്. സോ ജസ്റ്റ് ഗോ ത്രൂ ദിസ് ആൻഡ് ദെൻ ഇറ്റ് വിൽ ബി വെരി ഈസി ഫോർ യു ടു ഡു റിപ്പോർട്ടഡ് സ്പീച്ച് ഓർ ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്ടിവിറ്റീസ്. ഓക്കെ, എക്സാമിന് അത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇത് ഈ എക്സാമിന് മാത്രമല്ല, സെക്കൻഡ് ഇയറിലും ഈ റിപ്പോർട്ടഡ് സ്പീച്ച് വളരെ പ്രാധാന്യത്തോടു കൂടെ വരാറുണ്ട്. സെക്കൻഡ് ഇയറിൽ മാത്രമല്ല, ഇനി നിങ്ങളുടെ മുന്നോട്ടുള്ള സ്റ്റഡീസിലും നിങ്ങൾ മത്സര പരീക്ഷകളായിട്ടുള്ള PSC ഉൾപ്പെടെയുള്ള മത്സര പരീക്ഷകൾ അല്ലേ, സർക്കാർ സർവീസുകളിലും മറ്റും കയറാനുള്ള മത്സര പരീക്ഷകളിൽ ഉൾപ്പെടെ റിപ്പോർട്ടഡ് സ്പീച്ച് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ച് വളരെ പ്രധാനപ്പെട്ടതായിട്ട് വരുന്നതാണ്. സോ ഈ റൂൾസ് എപ്പോഴും ഇതേ റൂൾസ് തന്നെയാണ് അവിടെയും നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടി വരിക. സോ ലേൺ വെൽ. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.